വിശ്വാസ ജീവിതത്തിന് ആത്മീയ നേതൃത്വം നൽകുകയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ക്രിസ്തീയ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികനാണ് അച്ഛൻ. അതോടൊപ്പം അരയനും അമരക്കാരനും എന്ന ഈ ചലച്ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് എന്ന നിലയിൽ ഈ സിനിമയുടെ ആശയ രൂപീകരണത്തിലും കലാപരമായ കാഴ്ചപ്പാടിനും ആത്മീയ ദിശാബോധം നൽകുന്നതിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തിത്വം കൂടിയാണ് വിൻസെൻ്റ് കെ പീറ്റർ. വിശ്വാസവും മാനവികതയും കലയും ഒരുമിച്ചു ചേർന്ന ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ചടങ്ങിനെ കൂടുതൽ അനുഗ്രഹീതവും അർത്ഥവത്തും ആക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി കുരിശുമല റെക്ടറും കാട്ടാക്കട റീജിയണൽ കോർഡിനേറ്ററും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും നമ്മുടെ രൂപതയിലെ സിൽവർ ജൂബിലി ലോ കോളേജ് ചെയർമാനുമായ സ്നേഹബഹുമാനമുള്ള വെരി റെവറൻഡ് മോൺസിഞ്ഞോർ ഡോക്ടർ വിൻസെൻ്റ് കെ പീറ്റർ അച്ഛനെ സാദരം ക്ഷണിക്കുന്നു. സദസ്സിലും ആയിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും റെക്ടറുമായി ചാർജ് എടുത്ത വേളയിൽ പഴയ ഒരു സുഹൃത്തായ വി വിൽഫ്രഡ് എന്നെ സമീപിച്ചു ആവശ്യപ്പെട്ടു. അച്ഛൻ ഏതാനും പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, അതിനെ ആസ്പദമാക്കി ഞാൻ വീഡിയോ ചെയ്യട്ടെ. ഞാൻ ആ പെർമിഷൻ അതിന് കൊടുക്കുകയും വീഡിയോ ചെയ്യുകയും അത് ബിസിനസ് നടത്തിലേക്ക് വേണ്ടി തീർത്ഥാടന സമയത്ത് കുരിശുമലയിൽ വരികയും അവിടെ അത് സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ ഒരു പ്രചോദനമാണ് ഈ കുരിശുമലയെ ആസ്പദമാക്കിയുള്ള ഒരു ടെലിഫിലിം ഇറക്കുന്നത്. അത് എന്നോടൊന്ന് പറയുകയും ഞാനത് പെർമിഷൻ കൊടുക്കുകയും ചെയ്തു. ആ ടെലിഫിലിമാണ് 12 വർഷം മുമ്പ് തുടങ്ങിയ ടെലിഫിലിമാണ് ഇന്നും അതിൻ്റെ വിശാലമായ തലത്തിൽ വലിയ ഒരു സിനിമയായിട്ട് മാറിയിരിക്കുന്നത്. ഈ 12 വർഷവും ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളിലും അതിൻ്റെ ഡയറക്ടറും കലാകാരന്മാരും പ്രൊഡ്യൂസറുമൊക്കെ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും കാലോചിതമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഓഗി സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയും ഉള്ള ശ്രമം അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമ എടുത്തിരിക്കുന്നത് സമന്വയ വിഷൻ ബാനറിലാണ്. സമന്വയ വിഷൻ ബാനർ, അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് വിസ്ഡം ബിയോണ്ട് ഓൾ എന്നാണ്. ജ്ഞാനമാണ് എല്ലാത്തിനും ഉപരി എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ രൂപപ്പെട്ടു വരുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ നിൽക്കേണ്ട വലിയ ഒരു ബോധ്യവും എല്ലാ യന്ത്രങ്ങൾക്കും അതീതമായിട്ട് നിൽക്കേണ്ട മനുഷ്യൻ്റെ സംശുദ്ധമായ ബുദ്ധിയാണ്, സംശുദ്ധമായ ജ്ഞാനമാണ്. ആ ജ്ഞാനം എവിടെ താഴ്ന്നു പോകുന്നുവോ അവിടെയൊക്കെ മനുഷ്യൻ ബുദ്ധിയുള്ള മൃഗങ്ങളായിട്ട് അതപ്പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജ്ഞാനത്തോട് ജീവിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തോടും കരുണയോടും വിനയത്തോടും സമാധാനത്തോടും ജീവിക്കുക. അതെപ്പോഴും മനുഷ്യ മനസ്സ് രൂപപ്പെട്ട് വരണം. അതുകൊണ്ടാണ് 1995 രൂപപ്പെട്ട് വന്ന ഒരാശയം അതിനെ ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോങ്ങുമൂട് സ്ഥാപിക്കുകയും അതിൻ്റെ ആപ്തവാക്യമായിട്ട് എഴുതിയിരിക്കുന്നത് വിസ്ഡം ബിയോണ്ട് ഓൾ എന്നാണ്. സമന്വയ മിഷൻ ബാനറിലാണ് ഈ സിനിമ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചിരിക്കുന്നത്. അരയനും അമരക്കാരനും എന്നുള്ള ഈ ടൈറ്റിൽ എടുക്കുന്നതിലേക്ക് വേണ്ടിയും പ്രത്യേകിച്ചുള്ള ഒരു കാരണമുണ്ട്. അരയൻ മീൻപിടുത്തക്കാരാണ്. മീൻപിടുത്തക്കാരുടെ ഒരു സ്ട്രഗിളുണ്ട്, ജീവിതത്തോടുള്ള സ്ട്രഗിൾ. ഓരോ ദിവസവും അവർ കടലിലേക്ക് പോകുന്നത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലല്ല, അതൊരു പോക്കാണ്. ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ തിരിച്ചു വരില്ല, ജീവൻ നഷ്ടപ്പെടും. എന്നാലും അവർക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൽ സമർപ്പിച്ചുകൊണ്ടാണ് അവർ കടലിലേക്ക് പോകുന്നത്. അത് ഏത് മനുഷ്യരായിക്കോട്ടെ, അതൊരു സാഹസികതയുടെ ഒരു വെല്ലുവിളിയുടെ ഒരു ജീവിതമാണ്. ഇങ്ങനെ കടലിൽ വളരെയേറെ യാതന അനുഭവിച്ച് ത്യാഗമനുഷ്ഠിച്ച് മീൻ പിടിക്കുന്ന വ്യക്തികളുടെ അമരത്തിരിക്കുന്നത് കർത്താവാണ്, ദൈവമാണ്. ആ ദൈവമാണ് ഇവരെല്ലാവരെയും കടലിലൂടെ നടത്തി മീനൊക്കെ പിടിച്ച് സ്വയം പര്യാപ്തമായി മുന്നോട്ട് വരുന്നതിലേക്ക് വേണ്ടി സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അരയൻ
മീൻപിടുത്തക്കാരും അതോടൊപ്പം തന്നെ അമരക്കാരൻ ദൈവം കർത്താവ് അവരാണ് ഇവരെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ള ലെവലിലാണ് അരയനും അമരക്കാരനും എന്നുള്ള ഈ പേരെടുക്കാൻ കാരണം. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അനേകം പേര് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു സ്ട്രഗിളുണ്ട്. താഴെ നോക്കുന്ന സമയത്ത് ഈ മലയുടെ മുകളിൽ എങ്ങനെ എത്തിച്ചേരും എന്നെല്ലാവർക്കും ആശങ്കയാണ്. എന്നാലും ഒന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും അതിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കും. പകുതി വഴിയിലെത്തിയതിനു ശേഷം ഇനി പകുതിയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വീണ്ടും കയറും. അങ്ങനെ സഹനം അനുഷ്ഠിച്ചാണ് ആ കുരിശുമലയിലേക്ക് കയറുന്നത്. അവിടെ കയറി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അവർക്ക് ആശ്വാസവും സന്തോഷമുണ്ട്. അവിടെ ഹെൽത്തിന് തന്നെ അവർക്ക് ഒന്ന് വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. സുഖമായിട്ട് കയറാൻ സാധിച്ചു. അത് ആരോഗ്യം ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു യാത്ര ഈ കടലോര മക്കളുടെ ആ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ആ കരയോര മക്കളുടെ ജീവിത യാഥാർത്ഥ്യം സമന്വയിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വലിയ ഒരു കേന്ദ്രമാണ് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം. അവിടെ തീർത്ഥാടകരായിട്ട് വരുന്നത് ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും തീർത്ഥാടകരായിട്ട് അവിടെ വരുന്നുണ്ട്. വരുന്നവർ എന്തൊക്കെ യാചിക്കുന്നോ പ്രാർത്ഥിക്കുന്നോ അവർക്ക് അത് കിട്ടുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി വരുന്നത്. അവിടെ നൽകുന്നതും കൃപകൾ നൽകുന്നതും അനുഗ്രഹം നൽകുന്നതുമൊക്കെ ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. ആ ഒരു ചൈതന്യത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. 1940കളിൽ ഇവിടെ ഉണ്ടായിരുന്ന സാംക്രമിക രോഗങ്ങൾ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കടലോര കര മക്കളുടെ ദീനരോധനം, അന്നത്തെ സാംക്രമിക രോഗം നിന്ന് അഭയം പ്രാപിച്ച ഒരു ഫാമിലിയാണ് ആ ഗുഹയിൽ, മേളിലുള്ള ഗുഹയിൽ അവിടെ അഭയം തേടിയത്. ജോർജും കുടുംബവും അവരിവിടെ താമസിച്ചു. അവിടുത്തെ കായികനികളും പിന്നെ ഫോറസ്റ്റിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചത്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഒരു കുരിശ് സ്ഥാപിച്ചു. ആ കുരിശിനോട് അവർ പ്രാർത്ഥിച്ചു. അവർക്ക് അനുഗ്രഹം ലഭ്യമായി. ആ കാര്യമാണ് അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹം ബെൽജിയം മിഷണറിയാണ്, അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം പിന്നെ അവിടെ പോയി അവരുടെ വീടും ഗുഹയൊക്കെ കാണുകയും അവരെ ആസ്വദിക്കുകയും പിന്നീട് അദ്ദേഹം അവിടെ ഒരു വലിയ മരക്കുരിശ് സ്ഥാപിച്ചു. പിന്നീട് 1973 24 പൊക്കമുള്ള വലിയ ഒരു കുരിശും സ്ഥാപിച്ചു. ഇന്ന് ലക്ഷോപലക്ഷം ആൾക്കാരാണ് അവിടെ എത്തിച്ചേരുന്നത്. അതിൻ്റെ പിന്നിൽ വളരെ ബൃഹത്തായ ചരിത്ര സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെല്ലാം ഒപ്പിയെടുത്തുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇതിലേക്ക് വേണ്ടി ഇത് കാണുവാനും സന്ദേശം നൽകുവാനും എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു തുടക്കമാണ്. അടുത്ത ഒരു സിനിമയും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വലിയച്ഛൻ എന്നാണ് ആ സിനിമയുടെ പേര്. മുതിയാവള കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഫാദർ അതേദാസൂസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ദേവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. സമീപകാലത്ത് തന്നെ അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് വരും. അദ്ദേഹം അമ്പൂരി മായം പ്രദേശത്ത് ചെയ്ത ഒരു സ്ട്രഗിളുണ്ട്. വന്യമൃഗങ്ങളോട് എങ്ങനെയാണ് പോരാടി അന്നത്തെ ജനങ്ങളെ സംരക്ഷിച്ചത്, തലമുറ സംരക്ഷിച്ചത് എങ്ങനെയാണ്, അദ്ദേഹം എങ്ങനെയാണ് ഒരു കുടുംബ കോടതി ഉണ്ടാക്കി പ്രശ്നങ്ങൾ പരിഹരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജയിലിൽ തൂക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരുടെ അടുക്കൽ പോയതുകൊണ്ട് നിഷ്കളങ്കമായ വ്യക്തികളോട് ഈശോ മറിയം ജോസഫെ ഈ ആത്മാവോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആ സമൂഹം കൊലപാതകയാണ് ചിത്രീകരിച്ചപ്പോഴും അദ്ദേഹം കൊലപാതകം ചെയ്യാത്ത ആണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ ഈ ലോകത്തു നിന്ന് സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത ശ്രമം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ മാനസിക രോഗ ആശുപത്രിയിൽ അവിടുത്തെ ചാപ്പിളിനായിരുന്നു. അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അങ്ങനെയുള്ള നഗ്ന സത്യങ്ങൾ, അന്നുണ്ടായ അതേ കാര്യങ്ങൾ ഇന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതാണ് വലിയച്ഛൻ എന്നുള്ള ആ സിനിമ. അതിൻ്റെയും സ്വിച്ച് ഓൺ കർമ്മം അല്ലെങ്കിൽ ലൈറ്റ്നിങ് കർമ്മം വരുന്ന ഞായറാഴ്ച 5 മണിക്ക് തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സിനിമ കാണണം, വിലയിരുത്തണം. അത് എത്രത്തോളം സാങ്കേതികത്വമോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യജീവൻ്റെ ഒരു സ്ട്രഗിളുണ്ട്, ഒരു പോരാട്ടമുണ്ട്, ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം. ആ ജീവിക്കാൻ വേണ്ടി പോരാട്ടത്തിൽ എന്ന് നിൽക്കുന്നത് വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അതാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കുമൊക്കെ അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിക്കണം. അതിന് തീർച്ചയായും നിങ്ങൾ തന്നെ അതിന് മുതൽക്കൂട്ടാകും. നിങ്ങൾ തന്നെ ഈ സത്യങ്ങളൊക്കെ ജനങ്ങളോട് അറിയിക്കും. അങ്ങനെ ഈ സിനിമ വിജയപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു.